എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് വെൺമേനാട് തമ്പുരാട്ടിയുടെ മണ്ണിൽ എത്താൻ സാധിച്ചതിൽ. ഞാനിവിടെ വരാൻ കാരണക്കാരിയായിട്ടുള്ളത് പ്രഥമം ഭഗവതി തന്നെയാണ്. ദേവിയുടെ ഇച്ഛ കൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ സാധിച്ചത്. അതിന് അമ്മയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി എന്നെ ബന്ധപ്പെട്ട മുഴുവൻ ഭാരവാഹികൾ, പ്രത്യേകമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് തന്നെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനായിട്ടുള്ള സുധീഷ് ജി, ഇവിടെയുള്ള എല്ലാ സംഘാടകർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇന്ന് പ്രഭാഷണത്തിലുപരി, പ്രഭാഷണമൊക്കെ അതിൻ്റെ ഒരു മുന്നോടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത് വിദ്യാഗോപാല മന്ത്ര അർച്ചനയാണ്. അതിലേക്കായി ഇവിടെ ആചാര്യസ്ഥാനത്ത് വർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ശ്രീ രമ്യ അനിൽകുമാർജി, അവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ആ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, മഴയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ അവധി ദിവസങ്ങളിലെ അവസാനത്തെ ദിവസമാണ്. നാളെ മുതൽ വീണ്ടും സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് ഒരു അർച്ചനയൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവാം എന്നുള്ള ചിന്തയിലൂടെ എത്തിയിട്ടുള്ള കുട്ടികൾ, നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒപ്പം നമ്മുടെ ഈ പ്രഭാഷണമൊക്കെ നടക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഗുരുവായൂർ, നിങ്ങളെപ്പോലെ ഈ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നിങ്ങൾ കാണാത്ത ഒരു വിളക്കും, നിങ്ങൾ കാണാത്തൊരു ഇലയും, നിങ്ങൾ കാണാത്തൊരു കൂട്ടയൊക്കെയായിട്ട് നിങ്ങളോടൊപ്പം അർച്ചന കഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുവായൂരപ്പനും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെയാണ് ഞാൻ കൂടുതലായിട്ട് ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത്. അവരിനിയും വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുട്ടികളാണ് ഇതിൽ കൂടുതലായിട്ട് പങ്കെടുക്കേണ്ടത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ട് നമുക്ക് പ്രഭാഷണങ്ങളിലേക്കൊക്കെ പോവാം. കഴിഞ്ഞ നവരാത്രി കാലത്ത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ പ്രഭാഷണത്തിനായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. സാധാരണ നവരാത്രി സമയങ്ങളിൽ എല്ലാ പ്രഭാഷണങ്ങളും വൈകുന്നേരം ഉണ്ടാവലുള്ളത്. ഈ പ്രഭാഷണം രാവിലെ ആയിരുന്നു. ഏതാണ്ട് ഇതേ ഒരു സമയം, ഒരു 9 മണി 8:30. അപ്പം ഞാൻ പ്രഭാഷണത്തിന് മുമ്പായിരുന്നു അവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ഉണ്ടായിരുന്നത്. രാവിലെ കുട്ടികൾക്കുള്ള വിദ്യാഗോപാല മന്ത്രാർച്ചന, അതിനുശേഷം പ്രഭാഷണം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഏതാണ്ട് പറഞ്ഞ സമയത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അമ്പലത്തിലെത്തി. നിരവധിയായിട്ടുള്ള ആൾക്കാർ മെസ്സേജൊക്കെ ചെയ്തിരുന്നു, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം എന്ന് കരുതി നേരത്തെ എത്തിയിരുന്നു. പക്ഷെ എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു 30 അമ്മമാർ നിരന്നിരുന്ന് പൂജിക്കുകയാണ്. ഗംഭീര പൂജയാണ്. വിദ്യാഗോപാല മന്ത്രവും ഭഗവാന്റെ അഷ്ടോത്തരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പൂജയാണ്. മരുന്നിനെങ്കിലും ഒരു കുട്ടിയെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരാൾ പോലുമില്ല, ഒറ്റ ആൾ കേട്ടോ, ഒരൊറ്റ കുട്ടി പോലും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇത് പറയണമെന്ന് കരുതിയതല്ല അവിടെ. പക്ഷേ എന്നെ പരിചയമുള്ള ഒരു ചേച്ചി, രമ എന്ന് പറയും ചേച്ചി, എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം അവരുടെ ഫാമിലി ആയിട്ട് തന്നെ എനിക്കറിയാം. മോൻ്റെ പേര് ശരത്ത് എന്നാണ്. അപ്പം രമ ചേച്ചി അർച്ചനയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താണ് അർച്ചനയ്ക്ക് വന്നത്? ചേച്ചി അർച്ചന ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ശരത് മോൻ എന്താണ് വരാഞ്ഞത്? വല്ല അസുഖമുണ്ടോ? അല്ലെങ്കിൽ അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഇതേപോലെ തന്നെ, വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ, അതുകൊണ്ടാണോ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തിയാണ്. എല്ലാ ഭാഗവത സപ്താഹങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഉണ്ടാവുന്ന ആളാണ്. പല സ്ഥലത്തും ഇതുപോലെ സംഘാടകയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവരെന്നോട് പറഞ്ഞത് അവൻ ആകെ കിട്ടണ ഞായറാഴ്ചയല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ്. നമ്മൾ എത്ര കാലം കുട്ടികളെ ഇങ്ങനെ കിടത്തി ഉറക്കും, അല്ലെങ്കിൽ എത്ര നാൾ നമ്മളിങ്ങനെ കുട്ടികളെ വീട്ടിലിരുത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയെങ്കിലും കുട്ടികൾ വന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അമ്മയും ഗുരുവായൂരപ്പനും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഇവിടുന്ന് കടന്നു പോയാലും
നാളെ ഈ ഭഗവതിയെ നോക്കേണ്ടത് ഇവരാണ്. ഗുരുവായൂരപ്പൻ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇവരാണ്. ഇവരിലൂടെ വേണം ഈ ക്ഷേത്രം ഇനിയും, ഇപ്പോൾ അവിടെ ഞാൻ പുറത്ത് ബോർഡ് കണ്ടു, പുനരുദ്ധാരണത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, ഇതൊരു തുടർച്ചയായുള്ള പ്രക്രിയയാണ്. 3-ാം ഘട്ടവും 4-ാം ഘട്ടവും 5-ാം ഘട്ടമൊക്കെ വരും. എല്ലാ കാലഘട്ടത്തിലും ഈ ക്ഷേത്രത്തെ ഉദ്ധരിക്കാൻ ഇന്നിവിടെ കാണുന്ന ആൾക്കാരൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. വരുന്ന തലമുറയുള്ള കുട്ടികൾ വേണം അതിന് മുന്നോട്ട് വരാൻ. അതിന് ഒരു ക്ഷേത്രം എന്തിനാണ്, ആ ക്ഷേത്രത്തിൽ നടക്കുന്ന അനുഷ്ഠാനങ്ങൾ എന്തിനാണ്, അവിടുത്തെ പൂജകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള ജ്ഞാനം കുട്ടികൾക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ചീത്തപ്പേര് എനിക്കുണ്ട്. നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാലും ഞാനിത് ഞാനത് പറഞ്ഞിട്ടേ പോവുള്ളൂ. നിങ്ങൾ ആരും കരുതണ്ട ഈ വിദ്യാഗോപാല മന്ത്രാർച്ചന കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്നു. അങ്ങനെ കരുതിപ്പിച്ചതാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ തെറ്റ്. വിദ്യാഗോപാല മന്ത്രാർച്ചന കഴിഞ്ഞ് നാളെ മുതൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ A+. നെവർ, ഇറ്റ് വി നോട്ട് ബി ഹാപ്പൻഡ്. അത് ഉണ്ടാവാനേ പോണില്ല. ഫുൾ A+ കിട്ടാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പഠിക്കണം. പക്ഷേ വിദ്യാഗോപാല മന്ത്രാർച്ചന കഴിച്ച ഒരു കുട്ടിക്ക് പഠിക്കുന്നതും ഭഗവാൻ എന്താന്ന് മനസ്സിലാക്കാതെ, ഭഗവതി എന്താന്ന് മനസ്സിലാക്കാതെ പഠിക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ അർച്ചന കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാവും, ഇത്ര നാൾ നിങ്ങൾ പഠിച്ചതിനേക്കാൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഇത്ര നാൾ നമ്മൾ പഠിച്ചതിലും വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ വേറെയാണെങ്കിൽ, മന്ത്രാർച്ചന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അറിവിൻ്റെ രൂപത്തിൽ എത്തുന്നു. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ, കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊക്കെ വളരെ അസുലഭമായിട്ടുള്ളൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, അമ്മയും ഗുരുവായൂരപ്പനെയൊക്കെ പൂജിച്ചുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ ചേച്ചി നാമങ്ങൾ ചൊല്ലി തരുന്ന സമയത്ത് ആ നാമങ്ങളെയൊക്കെ തന്നെ മനസ്സിൽ നന്നായി ഉറപ്പിച്ചുകൊണ്ട് ആ വിളക്കിലേക്ക് ഓരോ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഗുരുവായൂരപ്പനോട് പറയണം, അല്ലെങ്കിൽ അമ്മയോട് പറയണം, അമ്മ ഇത് എൻ്റെ ഈ ഒരു കർമ്മമാണ്, എനിക്ക് അമ്മ തന്നിട്ടുള്ള കഴിവുകളെ ഞാനിത് അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഓരോ പൂക്കളും നമ്മൾ ഭഗവതിക്ക് അർപ്പിക്കാനായിട്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, ദേവിയുടെ ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കുന്നു എന്നുള്ളതാണ്. ഭഗവതി ഇവിടെ ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ പൊതുവിൽ നമ്മുടെ ഈ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് പൊതുവിലുള്ള വിശ്വാസമാണ് വിദ്യ തരുന്ന ദേവത എന്ന് പറയുന്നത് സരസ്വതിയാണ് എന്നുള്ളത്. നമ്മൾ പുസ്തകം പൂജിക്കുമ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ വയ്ക്കുന്ന ഫോട്ടോ സരസ്വതിയാണ്. ഭഗവതിക്ക് എത്രത്തോളം വിദ്യ തരാനുള്ള ഒരു ശക്തി ഉണ്ടോ, സരസ്വതി മാതാവ് എത്രത്തോളം വിദ്യ പ്രദാനം ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ വിദ്യ പ്രദാനം ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് കാളി, സാക്ഷാൽ ഭദ്രകാളി. നിങ്ങൾ വിചാരിക്കരുത് ഭഗവതി എന്ന് പറയുന്നത്, ഭദ്രകാളി എന്ന് പറയുന്നത് കുറേ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന, കുറേ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലുന്ന, വാളുകൊണ്ട് വെട്ടി തലയെടുത്ത് കൈ പിടിച്ച് ഒന്നുമല്ല. ഭഗവതി വിദ്യ തരുന്നത് പോലെ, മഹാകാളി ഭദ്രകാളി വിദ്യ തരുന്നത് പോലെ വിദ്യ തരാൻ സാധിക്കുന്ന മൂർത്തികൾ വളരെയധികം കുറവാണ്. ഭഗവതി വിദ്യ കൊടുത്ത് പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ കുട്ടികളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗുരുവായൂരപ്പനെ ഇവിടെ നിന്ന് അർച്ചിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അമ്മയും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെറ്റമ്മയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ഈ ഭഗവതിയെയും സ്നേഹിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ അർച്ചനയിൽ പങ്കെടുക്കാൻ. ഞാൻ കുട്ടികളാണ് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കഥകളൊക്കെ പറയാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാൾ കഥ കേൾക്കണോ? അത് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞുതരാം.
നമ്മളിപ്പോൾ ഇവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നുണ്ടല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം? വലിയ ആൾക്കാർക്കും പറയാട്ടോ. ഇവിടെ ഭഗവതി ഉണ്ട്, നിങ്ങൾക്കറിയാം. ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും, നമുക്കറിയാം. നിങ്ങൾക്ക് ഭഗവതിയെ പേടിയുണ്ടോ? ഓ, അത് പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഒരു രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഈ അമ്പലത്തിന് മുമ്പ് കൂടെ നടക്കാൻ പറ്റും? കൈവെക്കൂ. കുറച്ച് പേരുണ്ട് കേട്ടോ പുറകിൽ. വലിയ ആൾക്കാർക്കൊക്കെ ഓക്കെ. അതിൽ തന്നെ ചില ആൾക്കാർ കൈപ്പൊക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, രാത്രി വിളിപ്പിച്ചാലേ പ്രശ്നമുള്ളൂ. ഞാനിത് കഴിഞ്ഞാൽ ഗുരുവാർക്ക് പോകും, നിങ്ങൾക്ക് അറിയാം. വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പരീക്ഷ ചെയ്യിക്കാനോ പാഠപുസ്തകങ്ങളിലുള്ളത് പെട്ടെന്ന് പഠിക്കാനോ ഒന്നുമല്ല. പരമമായിട്ടുള്ള ജ്ഞാനം. നമ്മൾ ഈ പരീക്ഷയ്ക്ക് ചെറിയ പരീക്ഷകളാണ് കുട്ടികളെ. ഇപ്പം നിങ്ങൾ എഴുതണ കൊല്ല പരീക്ഷയും ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ കുഞ്ഞു കുഞ്ഞു പരീക്ഷകളാണ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള പരീക്ഷ. ഈ ജീവിതമാകുന്ന വലിയൊരു പരീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുന്ന A+B² ½ BH ഒന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. അവിടെ എന്തൊരു ആപത്ത് എനിക്ക് വന്നാലും എന്തൊരു പ്രയാസം എനിക്ക് വന്നാലും അത് നേരിടാനുള്ള ശക്തി പുറത്തുണ്ടെന്നല്ല, അത് നേരിടാനുള്ള ശക്തി എൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള വലിയ ജ്ഞാനമാണ് വേണ്ടത്. ആ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കാനാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന. ഞാനിങ്ങനെ വലിയ വലിയ കടുകെട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ആദ്യം തന്നെ ബോറടിപ്പിക്കാത്തത് ഇതൊന്നും പറയാതെ വെറുതെ കുറേ കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ദേവിയെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. 80 വയസ്സായ മുത്തശ്ശിയോട് ചോദിച്ചാലും ഭഗവതിയെ പേടിയുണ്ടോ ചോദിച്ചാൽ, അയ്യോ ദേവിയുടെ കയ്യിൽ വാളുണ്ട്, ദേവിയുടെ കയ്യിൽ അസുരൻ്റെ തലയുണ്ട്, ദേവിയുടെ പല്ല് കൂർത്തിട്ടാണ്, ദേവിയുടെ നാക്ക് പുറത്തേക്കാണ്, ദേവിയുടെ കയ്യിൽ ചോയയുടെ പാത്രമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. വിദ്യാഗോപാല മന്ത്രാർച്ചന കൊണ്ട് നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് കിട്ടേണ്ട ജ്ഞാനം ഭയം നിങ്ങളിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. പരീക്ഷ പേടിയുണ്ടോ? കണക്ക് പേടിയുണ്ടോ? ഓ, അതേ ഉള്ളൂ. എനിക്ക് 10ാം ക്ലാസ്സിൽ 9 വിഷയത്തിൽ A+ ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ മാത്രം B+ ആയിരുന്നു, അത് കണക്കായിരുന്നു. അപ്പോൾ ഒക്കെ പേടിയുണ്ട് അല്ലേ? നമ്മുടെ മനസ്സിൽ കുറേ പേടികളുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴും പഠിക്കാനിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കിട്ടാത്തത്, പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവാത്തത്, പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്നതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അവരങ്ങനെ പറയുന്നത് വിശ്വസിക്കുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സിൽ അകാരണമായിട്ടുള്ള കുറേ ഭയങ്ങൾ, പേടിയുള്ളതുകൊണ്ട്. എത്രത്തോളം നമ്മൾ പേടിക്കുന്നോ അത്രത്തോളം അറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം വേണ്ടത് ഭയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അമ്മ 2 കൈകളിൽ എപ്പോഴും ഈ ഒരു മുദ്രയും ഈ ഒരു മുദ്രയും കാണിക്കും അല്ലേ? ഈ മുദ്രയെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടില്ലേ ദൈവങ്ങളൊക്കെ എങ്ങനെ കാണിക്കണത്? ഇതേതാ മുദ്ര? ഈ ഒരു മുദ്ര, ഈ ഒരു മുദ്ര. അപ്പോൾ ചോറ്റാനിക്കര പോവുകയാണെങ്കിലും മൂകാംബിക പോവുകയാണെങ്കിലും ഒക്കെ അമ്മയുടെ ഒരു കൈ ഇങ്ങനെയാണ്, ഒരു കൈ ഇങ്ങനെയാണ്. നമുക്ക് ഈ കൈ മാത്രമേ അറിയുള്ളൂ. ഇത് എന്തിനുള്ളതാ? ഏത് ദൈവം പ്രത്യക്ഷപ്പെട്ടാലും എന്ത് തരും? വരം തരും അല്ലേ? വരമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, അത് ഇതാണ്. ഇതാണ് വരദമുദ്ര. ഇതെന്താ? ഇതാണ് അഭയമുദ്ര. ഭയം വേണ്ട എന്നാണ് ഭഗവതി വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്. ഭയം വേണ്ട ഒരു ഭാഗത്ത്, താഴെ ഞാൻ ചോദിക്കുന്നതൊക്കെ തന്നോളാം. അഭയവും വരദവുമാണ് ദേവിയുടെ കയ്യിലുള്ള 2 മുദ്രകൾ. അപ്പം ദേവി നമ്മളോട് പറയുകയും ചെയ്യുന്നു, നിങ്ങൾ എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ പേടിക്കുന്നുണ്ട്. പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയാം. ഒരു കുട്ടി ആ കുഞ്ഞു മോളോടൊന്നും മിണ്ടായിരിക്കാൻ പറയുമോ? സ്വാഭാവികമാണ്, കുട്ടികളല്ലേ, അവർ സംസാരിക്കാതിരിക്കുമോ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമുക്ക് കഥ പറഞ്ഞിട്ട് വലിയ ആൾക്കാർക്കുള്ളതൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഒരു വലിയ കുട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ ആളായൊരു കുട്ടി. ആ കുട്ടി ചെറിയ കാലഘട്ടത്തിൽ നിങ്ങളെ പോലെ പല പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നു. ആ കുട്ടിയെ എല്ലാവരും കളിയാക്കിയിരുന്നു. എങ്ങനെ? ഇവന് പഠിക്കാൻ അറിയില്ല, ഇവൻ ട്യൂഷന് പോയി കഴിഞ്ഞാൽ ഉത്തരം പറയില്ല, കേട്ടെഴുതെഴുതുമ്പോൾ മാർക്ക് കുറവാണ്, പരീക്ഷകളിലൊക്കെ മാർക്ക് കുറവാണ്. പാവം അവൻ്റെ അമ്മ ഈ സ്കൂളിൽ ടീച്ചർമാരെ വിളിച്ച് അവിടെ പോയി ഒപ്പിടാൻ നിൽക്കുമ്പോൾ ടീച്ചർമാരൊക്കെ അമ്മയെ ചീത്ത പറയും. നിങ്ങളുടെ മോനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വിടുന്നത്? ഇവനൊന്നും പഠിക്കാൻ അറിയില്ലല്ലോ, ഇവൻ വീട്ടിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത്?
ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമ്മയ്ക്കും കുട്ടിയെ ഉപദേശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിൽ പഠിപ്പിക്കാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2 നേരം ഭക്ഷണം കൊടുക്കുള്ളൂ ആ കുട്ടിക്ക്. പാവം, രാവിലെയും കൊടുക്കും ഉച്ചയ്ക്കും കൊടുക്കും, അതും കുറച്ച് പകുതി വയർ. രാത്രി കുട്ടി ഭക്ഷണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യും? ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കും. അരി ഇടാൻ അരിയില്ല. ഇന്ന് അരി ഇട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ കുട്ടി ചോദിക്കും, അമ്മയെ കഞ്ഞി ആയില്ലേ, അമ്മയെ ചോറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, മോനെ ചോറ് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പം ആവും എന്ന് പറയും. കുട്ടി കുറേ നേരം വിശന്നിരുന്ന് പാവാതെ ഉറങ്ങിപ്പോവും. ഇതന്നെ എല്ലാ ദിവസവും പരിപാടി. പഠിക്കാനെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കാൻ പറ്റണില്ല. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ പരകോടി. ഒരു ദിവസം ഈ കുട്ടി ഇതേപോലെ സ്കൂളിൽ നിന്ന് ടീച്ചറുടെ ചീത്തയൊക്കെ കേട്ട് വളരെയധികം മനസ്സ് വിഷമിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ, എന്തിനാണ് നീ ഇങ്ങനെ പഠിക്കാതെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. നമ്മളൊക്കെ പറയാറില്ലേ? അങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വലിയ സങ്കടമായി. ആ അമ്മയുടെ മുഖത്ത് നോക്കി കുട്ടി 4 വർത്തമാനം പറഞ്ഞു. എന്താ പറഞ്ഞേ? അമ്മ എല്ലാ ദിവസവും എന്നെ പറ്റിക്കണില്ലേ? ഞാൻ എത്ര നാളായി രാത്രി ഒന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിട്ട്? എല്ലാ ദിവസവും വെള്ളം വെക്കും, തിളപ്പിക്കും. ഞാൻ ഉറങ്ങുമ്പോൾ അമ്മ അതെടുത്ത് മാറ്റി വയ്ക്കും. ഞാൻ ഇത് കാണുന്നില്ല എന്നാണോ അമ്മ വിചാരിച്ച്? ഭക്ഷണം ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഭക്ഷണം ഇല്ലയെന്ന്? എന്തിനാണ് പറ്റിക്കണത്? പറ്റിക്കാതിരുന്നൂടെ? നോക്കി നോക്കൂ, നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ എത്ര കഷ്ടപ്പെട്ടാണ് നോക്കണത് അല്ലേ? അമ്മമാരും അച്ഛന്മാരും ഒക്കെ. ഇപ്പം മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ കണ്ടു പല ആൾക്കാരും മഴയത്ത് പണിയെടുക്കുന്നുണ്ട്. ചാലിൽ കൂടെ വെള്ളം തുറന്നു വിടുന്നുണ്ട്, വണ്ടി ഓടിച്ചു നടക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ അധ്വാനിക്കണേ? അവരുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനാണ്. അപ്പം നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അമ്മമാരും നമ്മളെ അത്രയധികം കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് അവരോടൊരു ഉത്തരവാദിത്തമുണ്ട് അല്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള അറിവും കൂടെ വിദ്യാഗോപാല മന്ത്രാസനിൽ കൂടെ കിട്ടണം. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, ഗുരുക്കളെ ബഹുമാനിക്കാൻ, മുതിർന്നവരെ ബഹുമാനിക്കാൻ, അതാത് ദേശത്തെ പ്രമാണികളായിട്ടുള്ള കാരണവന്മാരെ ബഹുമാനിക്കാൻ, ഇതിനൊക്കെയുള്ള അറിവും കൂടെ കിട്ടണം വിദ്യാഗോപാല മന്ത്രാസനം കൂടെ. A+ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെയൊക്കെ കുറേ ചീത്ത പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി. കുട്ടി ഇത്രയും നാൾ പറ്റിച്ചല്ലോ, സ്വന്തം കുട്ടിയെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപാണ്. പാവം അമ്മ പറഞ്ഞു, ഇന്ന് രാത്രി നിനക്ക് ഞാൻ എന്തായാലും ഭക്ഷണം തരും എന്ന് പറഞ്ഞ് അമ്മ ഒരു സഞ്ചി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓരോ വീട്ടിലും പോയിട്ട് യാചിച്ചു, കുറച്ച് അരി തരുമോ. പക്ഷേ അവർ ഓൾറെഡി കുറേ സ്ഥലത്ത് നിന്ന് കടം വാങ്ങിയതുകൊണ്ടും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ഒരാളും ആ പാവ അമ്മയ്ക്ക് ഒരു തരി അരി പോലും കൊടുത്തില്ല, 2 മണി അരി പോലും കൊടുത്തില്ല. അങ്ങനെ എത്രയോ വീടുകളിലൂടെ സഞ്ചരിച്ച് ഒരിക്കലും ഒരു തരത്തിലുള്ള ഭക്ഷണവും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ സന്ധ്യയായപ്പോൾ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുട്ടി പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്, ഇന്ന് രാത്രി കഞ്ഞി കുടിക്കാം. അമ്മ എത്തിയ സമയത്ത് അമ്മയുടെ കയ്യിലുള്ള കാലി സഞ്ചിയാണ് കുട്ടി കാണുന്നത്. വിഷമാവില്ലേ അല്ലേ? പാവം കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമായി. കുട്ടി ഒന്നും പറയാതെ അമ്മയെ നോക്കി, അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അമ്മ കുട്ടിയുടെ ഉള്ളിലുള്ള സങ്കടം കൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം വീഴാൻ തുടങ്ങി. വിഷമം മാറ്റാൻ വേണ്ടി അവൻ്റെ നാട്ടിൽ ഇതേപോലെ നമ്മുടെ അടുത്തുള്ളതുപോലെ ഒരു ദേവീ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു ദേവിയുടെ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ പോയിരിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു, നിനക്ക് എന്ത് വിഷമം വന്നാലും എന്തൊരു പ്രയാസം വന്നാലും ദേവിയോട് പറഞ്ഞാൽ ദേവി ചെയ്തു തരും. അപ്പം ഇവന് ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ചോറ് കിട്ടണം, കഞ്ഞി കിട്ടണം അല്ലേ? കുട്ടി അമ്പലത്തിനകത്ത് പോയിട്ട് മന്ത്രം ഒന്നും അറിയില്ല, നാമങ്ങളൊന്നും ജപിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. കൈ കൂപ്പിയിട്ട് ദേവിയുടെ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങിയത്, അമ്മയെ ചോറ് തരണേ, അമ്മയെ ചോറ് തരണേ. പറയില്ലേ നമ്മൾ? അതുപോലെ കുറേ തവണ അമ്മയെ ചോറ് തരണേ, ചോറ് തരണേ, ചോറ് തരണേ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പാവം ഭഗവതിക്ക് വിഷമം തോന്നി. നല്ലൊരു കുട്ടി, പാവം ദാരിദ്ര്യം നല്ലോണം ഉണ്ട്, പഠിക്കാനുള്ള കഴിവുമില്ല, ഇത്രയും നേരം എൻ്റെ മുമ്പിൽ വന്നിരുന്നതല്ലേ, ഇവനെ അനുഗ്രഹിച്ച് കളയാം എന്ന് കരുതി സാക്ഷാൽ ഭദ്രകാളിയായിട്ടുള്ള ദേവി ആ കുട്ടിയുടെ മുമ്പിൽ പോയിരുന്നു. നമ്മുടെയൊക്കെ മുമ്പിൽ ഭദ്രകാളിയുടെ ഫോട്ടോ ഉണ്ടോ? വീട്ടിൽ ഫോട്ടോ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് പേടിയുണ്ടോ ദേവി?
ദേവി വരിക എന്ന് പറഞ്ഞാൽ തന്നെ, ഭദ്രകാളി വന്ന് മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം ദേവിക്ക് 10-200 തലയുണ്ട്, കുറേ കൈകളുണ്ട്, ദേവിയുടെ കണ്ണൊക്കെ തീക്കട്ട പോലെ ഇങ്ങനെ ജ്വലിക്കുന്നതാണ്, ദേവിയുടെ കയ്യിൽ വാള്, ശൂലം, അങ്ങനെ നിരവധിയായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഇതൊക്കെ വന്നിട്ടുള്ള ദേവി ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ 2 കാര്യങ്ങൾ നടക്കാനുള്ളൂ സാധാരണ. ഒന്ന്, ഈ കണ്ടവൻ പേടിച്ചിട്ട് മരിക്കും. 2, ഈ കണ്ടവന് പേടിച്ചിട്ട് ഭ്രാന്താവും. ഒന്നെങ്കിൽ അയാൾ മരിച്ചു പോവും, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്താവും. പക്ഷേ ഈ കുട്ടിയുടെ മുമ്പിൽ ഇത്രയധികം കോപത്തോടു കൂടി, ഇത്രയധികം വിശ്വരൂപത്തോടു കൂടി സാക്ഷാൽ ഭദ്രകാളി വന്ന് നിൽക്കുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തരി ഭയം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു തരി പോലും കുട്ടി പേടിച്ചില്ല. ദേവിയുടെ രൂപം കണ്ട് പേടിക്കാതെ ആ കുട്ടി പേടിച്ചില്ല എന്ന് മാത്രമല്ല, ആ കുട്ടി ദേവിയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പ്രഭാഷണം നടത്തുക, നിങ്ങളിങ്ങനെ നോക്കിയിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്നെ കളിയാക്കല്ലേ? ആണ്. ഈ കുട്ടി നിന്ന് ഭഗവതിയുടെ മുഖത്ത് നോക്കി പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. സ്വാഭാവികമാണ്, അമ്മയാണ്. ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? ദേവി തൻ്റെ കയ്യിലുള്ള വാളൊക്കെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത്രയും നാളായിട്ട് ഞാൻ ഒരാളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരാളും എന്നെ ബഹുമാനിക്കാതിരുന്നിട്ടില്ല, ഒരാളും എന്നെ നമസ്കരിക്കാതിരുന്നിട്ടില്ല, ഒരാളും എന്നെ പേടിക്കാതെ ഇതേപോലെ ഇരുന്നിട്ടില്ല. നീ എന്നെ പേടിച്ചില്ല എന്ന് മാത്രമല്ല, നീ എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞു. പേടിയുണ്ടോ? ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞ ദേവിയുടെ കയ്യിലുള്ള വാൾ ഇങ്ങോട്ട് പൊക്കിയപ്പോ ഈ കുട്ടി ഇപ്പൊ ചിരി നിർത്തുന്ന ദേവി വിചാരിച്ചത്. അപ്പൊ അത് കുട്ടി 2 കൈ കൊണ്ടും വായ പൊത്തി ഉറക്ക ചിരിക്കാൻ തുടങ്ങി. ചിരി നിർത്തുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അമ്മയോട്, നോക്കൂ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദേവിയെ കുട്ടി ഒരിക്കലും ദേവിയെ എന്ന് വിളിച്ചിട്ടില്ല, വിളിച്ചത് മുഴുവൻ അമ്മേ എന്നായിരുന്നു. അമ്മേ, ഞാൻ അമ്മയെ കളിയാക്കിയിട്ടല്ല ചിരിച്ചത് എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അമ്മ, ഞാൻ അമ്മയെ കളിയാക്കി ചിരിച്ചതല്ല, ഞാനൊരു കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാ എന്നാണ് പറഞ്ഞത്. അപ്പൊ ദേവി ഈ പൊക്കിയ വാള് പതുക്കെ താഴത്തേക്ക് വെച്ചു. ദേഷ്യമൊന്നും മാറിയിട്ടില്ല, എന്നാലും പറഞ്ഞു, പറ, നീ എന്താ ആലോചിച്ചിട്ടാണ് ചിരിച്ചത്? അപ്പൊ കുട്ടി വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ ദേവിയോട് മറുപടി പറയുന്നു, അമ്മേ, ഞങ്ങളൊക്കെ മഴക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പാടമുണ്ട്, ആ പാടത്തിൽ പോയി ക്രിക്കറ്റ് കളിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കും. മഴയത്ത് കളിക്കാൻ ഭയങ്കര രസമാണ്. കളിയൊക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആകെ മൊത്തം തലയൊക്കെ നനഞ്ഞ്, ദേഹമൊക്കെ നനഞ്ഞ്, ആകെ തണുത്ത് വിറങ്ങലിച്ചാ വരിക. അങ്ങനെ പോയി കുളിക്കും. വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും, കിടന്നുറങ്ങും. അന്നത്തെ ദിവസം ഒരു കുഴപ്പമുണ്ടാവില്ല. പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ തുടങ്ങും. എന്ത് വരും? നിങ്ങൾക്കൊന്നും വരാത്ത പോലെ. എന്തസുഖം വരും? പനി വരും, ജലദോഷം വരും, അല്ലേ? ജലദോഷം ഇഷ്ടമാണോ? അല്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ അമ്മ എനിക്ക് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ ഒരു മൂക്ക് തുടയ്ക്കുമ്പോൾ അപ്പുറത്തെ മൂക്കിന്ന് ഇല്ലേ, അതൊക്കെ ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ ഞാൻ ഈ മൂക്ക് തുടയ്ക്കും, അപ്പൊ ഇപ്പുറത്തെ മൂക്കിന്ന്. കുട്ടി ദേവിയോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അമ്മേ, ഒരു തലയുള്ള ഞാൻ ജലദോഷം വന്ന് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ 200 തലയുള്ള ദേവി ജലദോഷം വന്ന് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാവും? ഒരു തലയാണെങ്കിൽ ഇങ്ങനെ ഒന്നുകൊണ്ട് തുടയ്ക്കാം, അപ്പൊ ഈ 200ാമത്തെ തലയൊന്നും പോന്നാലോ? ചോദിക്കാൻ പറ്റുമോ നമുക്ക് ഭഗവതിയോട് അങ്ങനെ? പക്ഷെ ആ കുട്ടിക്ക് ചോദിക്കാൻ സാധിച്ചു. ഇത് കേട്ട് ഭഗവതി പൊട്ടിച്ചിരിച്ചു. ദേവി ചിരിച്ചുകൊണ്ടേയിരുന്നു കുറേ നേരം. ആദ്യമായിട്ടാണ് ഭദ്രകാളി ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അയാൾ പറയുന്നൊരു തമാശ കേട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പേടിയാവാഞ്ഞത്? എന്തുകൊണ്ടാണ് ദേവി ചിരിച്ചത്? എന്തുകൊണ്ടാണ് ദേവി ആ കുട്ടി ഒന്നും ചെയ്യാത്തത് എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് അറിയൂ? അത് ഞാൻ അവസാനം പറയാം. അങ്ങനെ ചിരിച്ച് ദേവി പറഞ്ഞു,
ഇത്രയും നാൾ ഞാൻ ഒരാളുടെ മുമ്പിൽ പോയിട്ടും ഒരാളും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. ആദ്യമായിട്ട് നീ എന്നെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വരം തരാം എന്ന് പറഞ്ഞ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? വരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി 2 പ്ലേറ്റിൽ 2 സാധനങ്ങൾ എടുത്തു. വലത്തെ കൈയിലെ പ്ലേറ്റിൽ 1 ഗ്ലാസ് പാലെടുത്തു. വലത്തെ കൈയിലെ ഗ്ലാസ്സിൽ എന്തായിരുന്നു? പാലെടുത്തു. രണ്ടാമത്തെ കൈയിലെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തൈര്, നല്ല മോര്, സംഭാരം, അതെടുത്തു. ഈ 2 കൈയും കുട്ടിയുടെ നേരെ നീട്ടിയിട്ട് ദേവി ചോദിച്ചു, നീ എന്നെ ചിരിപ്പിച്ചതുകൊണ്ട്, നീ എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു വരം തരാം. എൻ്റെ കയ്യിൽ, ഈ വലത്തെ കയ്യിലുള്ളത് പാലാണ്. ഈ പാലെടുത്ത് നിനക്ക് വേണമെങ്കിൽ കുടിക്കാം. ഈ പാല് കുടിച്ചാൽ നിനക്ക് നല്ല വിദ്യ ഉണ്ടാവും. ഒരാൾക്കും നിന്നെ വിദ്യയുടെ മേഖലയിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല. നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഏത് പുസ്തകം നോക്കിയാൽ, നിങ്ങൾ ചിട്ടി റോബോനെ കണ്ടിട്ടില്ലേ? എന്തിനൻ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ഏത് പുസ്തകം കൈകൊണ്ട് തൊട്ടാലും അതിലുള്ള വിവരമൊക്കെ നിങ്ങളുടെ തലയിലേക്ക് തനിയെ വരും. ഒരു കാലത്തും ഒരാൾക്കും നിന്നെ വിദ്യയുടെ മേഖലയിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഈ പാല് കുടിച്ചാൽ മതി. വേണ്ട, കുഴപ്പമില്ല. ഇപ്പുറത്തെ കയ്യിൽ എന്തുണ്ട്? തൈരുണ്ട്. ഈ തൈര് കുടിച്ചാൽ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ പണക്കാരൻ നിനക്കായിട്ട് മാറാം. ഐഫോൺ വേണോ? ഐഫോൺ വാങ്ങാം. കമ്പ്യൂട്ടർ വേണോ? കമ്പ്യൂട്ടർ വാങ്ങാം. ഗെയിം കളിക്കുന്ന സാധനം വേണോ? ഗെയിം കളിക്കുന്ന സാധനം വാങ്ങാം. ഡ്രസ്സ് വാങ്ങാം, ബിരിയാണി വാങ്ങാം, എന്തും വാങ്ങാം. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരൻ നീയാവാം. ഒരാൾക്കും നിന്നെ പണത്തിൻ്റെ മേഖലയിൽ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഒന്നെങ്കിൽ പാല് കുടിക്കാം, അല്ലെങ്കിൽ തൈര് കുടിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ഏത് വേണമെന്ന് പറയും? ഏതാ വേണ്ടത് വരിക? തൈര് മതി. ഓഹോ, ഐഫോൺ വേണ്ട നിങ്ങൾക്ക്? വേണ്ട. നിങ്ങൾ പാല് മതി എന്നാണ് പറയുന്നത് അല്ലേ? എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എനിക്കറിയാം. എന്നാലും ഇവിടെ ഞാൻ 1 കോടി രൂപ വെച്ചു, ഇവിടെ 2 നോട്ട്ബുക്ക് വെച്ചു. നിങ്ങൾ ഏതെടുക്കും? എന്തായാലും ദേവി ഈ 2 ഓപ്ഷനാണ് കൊടുത്തത്. ഒന്നെങ്കിൽ പാല് കുടിക്കാം, ഒന്നെങ്കിൽ തൈര് കുടിക്കാം. ഏത് വേണം? കുട്ടിക്ക് ഒട്ടും തന്നെ സംശയം ഉണ്ടായില്ല എന്താ ചോദിക്കണ്ടേന്നുള്ളത്. ഒരു തരത്തിലുള്ള ആലോചിക്കാനുള്ള സമയവും കുട്ടി ചോദിച്ചില്ല. ആകെ ഭഗവതിയോട് ഒരു കാര്യം പറഞ്ഞോളൂ. എന്ത്? ഈ 2 കൈയിലും ഗ്ലാസും പിടിച്ചു നോക്കൊണ്ട് ഭഗവതിയോട് പറഞ്ഞു കുട്ടി, അമ്മേ ദാ പോകുന്നു കാക്ക. ദേവി അങ്ങോട്ട് നോക്കിയപ്പോൾ 2 കൈയിലുള്ള സാധനങ്ങളും തട്ടിയെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. ഐ എം എ കോംപ്ലാൻ ബോയ്. പാലും കുടിച്ചു, തൈരും കുടിച്ചു. ദേവിക്ക് വീണ്ടും വലിയ ദേഷ്യം വന്നു. നേരത്തെ താഴത്തേക്ക് വെച്ച ആ വാള് കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയോടുകൂടി ദേവി പൊക്കി. ഞാൻ നിനക്ക് വരം തരാൻ തീരുമാനിച്ചത് നീ എൻ്റെ മോനാണ് എന്ന് കരുതിയിട്ടാണ്. മക്കൾക്ക് അനുസരണം ഉണ്ടാവണം. നമുക്കുണ്ടോ? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അല്ലാതെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുകയല്ല വേണ്ടത്. അനുസരണമല്ലാത്ത കുട്ടികളെ അമ്മമാർക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് എന്ന് ആര് പറഞ്ഞു? ദേവി പറഞ്ഞു. അപ്പം നമ്മളെ എപ്പോഴെങ്കിലും നമ്മുടെ അമ്മമാര്, ടീച്ചർമാരൊക്കെ ചീത്ത പറയുകയാണെങ്കിൽ നേരെ പോയി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയല്ല വേണ്ടത്. അവർ പറഞ്ഞ ചീത്ത കേൾക്കാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. അതിനുള്ള അറിവും എവിടെ നിന്ന് കിട്ടണം? വിദ്യാഗോപാല മന്ത്രാസനം കഴിഞ്ഞാൽ കിട്ടണം. അപ്പൊ ദേവിക്ക് അതികഠിനമായിട്ടുള്ള കോപം വന്നു. പറഞ്ഞത് കേൾക്കാത്ത നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞു വീണ്ടും വാളെടുത്ത് പൊക്കി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കാല് പിടിച്ച് പറയൂ, അമ്മേ അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണേ, എനിക്ക് അത്രയധികം വിശന്നിട്ടാണ്, ഞാൻ കഞ്ഞി കുടിച്ചിട്ട് കുറേ ദിവസമായി, അങ്ങനെ പറയൂ? എന്തു പറയും? പറ്റിപ്പോയി അല്ലേ, സോറി, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ നമുക്ക്. കുട്ടി ഒന്നും തന്നെ പറഞ്ഞില്ല. വീണ്ടും ദേവി പൂർവാധികം ശക്തിയോടുകൂടി തൻ്റെ ദിവ്യായുധം, നാന്തകം എന്നാണ് ആ വാളിൻ്റെ പേര്, ആ വാള് പൊക്കിയപ്പോഴും കുട്ടി ചിരിച്ചുകൊണ്ട് തന്നെ അമ്മയോട് നോക്കി പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ ഈ കഥ പറയുമ്പോഴൊക്കെ തന്നെ ഈ കുട്ടി ദേവിയെ ഒരു തവണ പോലും ദേവി എന്ന് വിളിച്ചിട്ടില്ല കേട്ടോ.
ഓരോ തവണയും വിളിച്ചത് അമ്മേ എന്ന് തന്നെയാണ്. അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ പാൽ കുടിച്ചു എന്ന് വിചാരിക്കുക. അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ നല്ല വിദ്യ ഉണ്ടാവാൻ, പെട്ടെന്ന് പഠിച്ചതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൽ കുടിച്ചു. അമ്മ, ഞാൻ ഇന്ന് രാത്രി വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്നെ പറ്റിക്കാൻ എൻ്റെ അമ്മ പാത്രം വെച്ചിരിക്കുന്നതാണ്. 4 മണി അരി എടുക്കാൻ എൻ്റെ വീട്ടിലില്ല. പാല് കുടിച്ചിട്ട് ഞാൻ എന്ത് നേടാനാണ്? പോട്ടെ, ഇനി അമ്മ പറയുന്നത് കേട്ടിട്ട് ഞാൻ തൈര് കുടിച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് എല്ലാ തരത്തിലുള്ള പൈസയും കിട്ടി, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒക്കെ ശരിയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ആള് വന്ന് എന്നോട് ഇത് 2 അക്ഷരം ഒന്ന് കൂട്ടി വായിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ അതറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയധികം പൈസ ഉണ്ടായിട്ട് എന്താണ് അമ്മ കാര്യം? അപ്പൊ എനിക്ക് പൈസയും വേണം, പഠിക്കാനുള്ള കഴിവും വേണം, രണ്ടും വേണം. ഞാൻ കുടിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞു. ദേവി എന്ത് ചെയ്തു? പഠിക്കാനുള്ള കഴിവ് ഞാനിതാ തിരിച്ചെടുക്കുന്നു. കൊണ്ട് തിരിച്ചെടുത്തോ? എടുത്തില്ല. നീ പഠിച്ചാൽ മാത്രം മതി, പൈസയൊക്കെ നീ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് പൈസ കിട്ടാനുള്ള കഴിവ് തിരിച്ചെടുത്തോ? എടുത്തില്ല. ദേവി രണ്ടും കൊടുത്ത് ആ കുട്ടിയെ അനുഗ്രഹിച്ചു. നീ വളരെയധികം മിടുക്കനായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആരുടെ കഥയായത്? നിങ്ങൾ ആരെങ്കിലും ഈ കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ്. പുറകിലിരിക്കുന്ന മുതിർന്നവർ എന്ന് പറയപ്പെടുന്നവർ ഈ കഥ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാള്? ഇല്ല. അല്ലല്ല, ഈ കഥ നിങ്ങൾ എത്ര പേർക്ക് തെന്നാലി രാമനെ അറിയാം? തെന്നാലി രാമന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത്, നിങ്ങളോടാണ്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എവിടെയാണ് സമയമില്ലാതായി പോകുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് വൈകുന്നേരം ഒരു രാമമന്ത്രം ജപിക്കാം, തത്വമസിയുടെ അർത്ഥം പറഞ്ഞുതരാം, മുണ്ടകോപനിഷത്തിലെ 4 വാക്യം വ്യാഖ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. നേരെ മറിച്ച് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഇന്ന് ഞാൻ നിനക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ 4 കുട്ടികളിൽ ഒരാളെങ്കിലും വന്നിരിക്കും. ഒരാളെങ്കിലും. ഇവർ ആധ്യാത്മികമായിട്ടുള്ള പാതയിലേക്ക് വരുന്നില്ലെന്ന് പരാതി പറയുന്ന നമ്മൾ എത്രത്തോളം അതിനവർക്ക് മാതൃക കാണിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം പരിശോധിക്കുക. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് വേണം അവരോട് സപ്താഹത്തിന് പോകാൻ പറയാൻ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമും മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കുട്ടികളോട് ഉപദേശിക്കാൻ മൊബൈൽ എടുത്ത് കളിക്കരുത്. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ ഒരു അമ്മ വന്നിരുന്നു അത്ര. എപ്പോഴും ഒരമ്മ ഒരു കുട്ടി. അമ്മ വന്നിട്ട് ഗുരുദേവനോട് പറഞ്ഞു, സ്വാമി, എൻ്റെ മകന് ഈ ശർക്കര കട്ടെടുത്ത് തിന്നുന്ന സ്വഭാവമുണ്ട്. ഞാൻ എവിടെ ശർക്കര വെച്ചാലും ഇവൻ കട്ടെടുത്ത് തിന്നും. ഈ സ്വഭാവം ഒന്ന് ഗുണദോഷിച്ച് നന്നാക്കണം എന്നാ പറഞ്ഞത്. സ്വാമി മോനോട് ചോദിച്ചു ഇത്ര, മോനെ നീ ഇത് ചെയ്യാറുണ്ടോ? ശർക്കര കട്ടെടുത്ത് തിന്നാറുണ്ടോ? കഴിക്കാറുണ്ടോ? ഓ. കുട്ടി പറഞ്ഞു, കഴിക്കാറുണ്ട് സ്വാമി. നീ സത്യം പറഞ്ഞല്ലോ, നീ നല്ല കുട്ടിയാണ്, ഒരു കാര്യം ചെയ്യും, ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും അമ്മയുടെ കൂടെ വന്നു. സ്വാമിക്ക് കാര്യം മനസ്സിലായി. ചോദിച്ചു, ഇപ്പം എങ്ങനെയാ, കഴിക്കുന്നുണ്ടോ? ഇപ്പോഴും കഴിക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. 7 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. രണ്ടാമത്തെ 7 ദിവസം കഴിഞ്ഞപ്പോഴും വന്നു. ചോദിച്ചു, ഇപ്പോഴും കഴിക്കുന്നുണ്ടോ? ഇപ്പോഴും കഴിക്കുന്നില്ല. പണ്ട് 1 കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 അടുത്ത് കഴിക്കുന്നുണ്ട്. അവസാനമായിട്ട് പറഞ്ഞു, അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തായാലും ശരിയാവും എന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു, തിരിച്ചു വന്നു. ചോദിച്ചു, സ്വാമി ഇപ്പം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. സ്വാമി കുട്ടിയെ അടുത്ത് വിളിച്ചു. ആദ്യമായിട്ടാണ് വിളിക്കണം. മടിയിൽ കയറ്റി വെച്ചു. ശർക്കരയൊക്കെ കഴിക്കാം കുട്ടികൾക്ക്, കുറച്ച് കഴിക്കാൻ പാടുള്ളൂ, ഇത് മധുരമാണ്, കുറേ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും, അമ്മ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഉപദേശിച്ചു, പറഞ്ഞു വിട്ടു. ഇത് കേട്ടോണ്ട് ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് തോന്നുന്നു, ഇയാൾക്കിത് നേരത്തെ പറഞ്ഞാൽ പോരെ. ഈ ഡയലോഗ് പറയാനാണെങ്കിൽ വന്ന ദിവസം പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ബസ് കാശ് ലാഭം, പണിക്കൂലി, ഞാൻ ഓരോ ദിവസം ലീവ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരണത്, അത് ലാഭം. ഈ ഉപദേശിക്കാനാണെങ്കിൽ ഇയാൾക്ക് നേരത്തെ ആയിക്കൂടെ എന്ന് ചോദിച്ചത്.
സ്വാമിയോട് ഇത് നേരിട്ട് ചോദിക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെയധികം വിനയാന്വിതയായിട്ട് ചോദിച്ചു, സ്വാമി അങ്ങ് എന്തുകൊണ്ടാണ് ഞാൻ വന്ന ദിവസം ഈ ഉപദേശം കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ? എനിക്ക് ഈ സ്വഭാവം കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. എന്ത്? ഈ ശർക്കര എടുത്ത് കഴിക്കുന്ന കാര്യം. മൂപ്പര് ഓരോ പ്രഭാഷണം കഴിഞ്ഞാലും പോയി ഒരു ശർക്കര എടുത്ത് കഴിക്കും. അപ്പൊ ഈ കുട്ടിയെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടാവണമെങ്കിൽ ഞാൻ ആദ്യം നിർത്തണം. മൂപ്പർക്ക് നിർത്താനുള്ള ടൈമായി 3 ആഴ്ച ചോദിച്ചത്. അത് നിർത്തി, എന്നിട്ട് കുട്ടി ഉപദേശിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഇതാണ്. എന്തൊരു കാര്യം നമ്മൾ ഈ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഞാൻ നിങ്ങളോട് വളരെയധികം തമാശയല്ല ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയണേ. ഞാൻ എറണാകുളത്തൊരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയതാ. അപ്പോൾ പലയിടത്തും ഇങ്ങനെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കാണാൻ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പല സമയത്തും. അപ്പോൾ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇവിടുത്തെ സുധീഷ് ജിയെ പോലത്തെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരമ്മയും മോളും കാണാൻ വന്നിട്ടുണ്ട്, അവരെ അകത്തേക്ക് വിടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിട്ടോളൂ, ഒരു കുഴപ്പമില്ല, കാണുന്നതിൽ എന്താ സന്തോഷമല്ലേ ഉള്ളൂ. ഈ ചേട്ടൻ്റെ കൂടെ ഒരമ്മ, ഒരു പ്രായമുള്ള ഒരു അമ്മ, ഏകദേശം ഒരു 40 വയസ്സ് 42 വയസ്സുള്ളൊരു അമ്മ, ഒരു 10-20 വയസ്സുള്ളൊരു പെൺകുട്ടി, ഇവർ രണ്ടുപേരോടെ വന്നു. ഞാൻ അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിലിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്ന ചേട്ടൻ നേരെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളിരിക്കുന്ന റൂം പുറത്തുനിന്ന് പൂട്ടി. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. സാധാരണ അത് പൂട്ടണ പതിവൊന്നുമില്ല. പ്രഭാഷണം കഴിഞ്ഞിട്ടും പൂട്ടിയിടുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. ആ വന്ന കുട്ടിയും അമ്മയും ഇയാൾ പോയി വാതിൽ പൂട്ടി എന്ന് ഉറപ്പാക്കിയ സമയത്ത് അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പൊട്ടി ഇങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എനിക്ക് ആശ്വസിപ്പിക്കാൻ പോലും എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. സ്വന്തം അമ്മ എന്ന് എനിക്ക് തോന്നി ആ കുട്ടിയെ കണ്ടപ്പോൾ, ആ കുട്ടിയുടെ അമ്മയെന്നാണ്. ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും ഈ കുട്ടി ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ കൈ കെട്ടി എൻ്റെ മുഖത്തേങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, അതല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ എങ്ങനെയൊക്കെയോ കരച്ചിൽ സ്വയം കൺട്രോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞത്, വ്യാസിനി കുട്ടിയോടൊന്ന് സംസാരിക്കണം, പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇവളോട് പറയണം, ഇപ്പം എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, ഇവൾക്ക് ഇപ്പോഴാണ് ബോധമുള്ളതെന്ന് പറഞ്ഞു. ഇപ്പം അവൾക്ക് ബോധമുണ്ട്, ഇപ്പം എന്താ വെച്ചാൽ സംസാരിച്ചോളൂ, ഇപ്പോൾ അവൾക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള സമയത്തൊക്കെ ഈ കുട്ടി പെൺകുട്ടിയാണ്. എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായുള്ള ഒരു കോളേജിൽ ഡിഗ്രി 1-ാം വർഷത്തിന് പഠിക്കുന്ന കുട്ടിയാണ്. ആ സമയം കേരളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ ആ മോളോട് ചോദിച്ചു, ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നോ എന്നൊരു ഉത്തരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, മോളെ നീ ഇത് ഉപയോഗിക്കാറുണ്ടോ? എൻ്റെ മുഖത്ത് നോക്കിയാൽ കുട്ടി പറഞ്ഞു ഉപയോഗിക്കാറുണ്ട്. മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കാറുണ്ട് ഏട്ടാ. എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഇതിനുള്ള ആദ്യത്തെ സിംറ്റം കിട്ടിയത്? എവിടെ നിന്നാണ് ആദ്യത്തെ ഈ ഒരു പ്രേരണ ഉണ്ടായത്? അമ്മ പുകല കൂട്ടി മുറുക്കും, അമ്മ പുകല കൂട്ടി മുറുക്കും, അടയ്ക്ക കൂട്ടി മുറുക്കും, ഇതൊക്കെ ചെയ്യാറുണ്ട്. അച്ഛൻ ഏത് വഴിക്കാണ് രാത്രി വരിക എന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെ വിഷമങ്ങൾ മാറ്റാൻ ഈ വഴി ഉപയോഗിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാന്നാണ് കുട്ടി എന്നോട് ചോദിച്ചത്. അവർക്കൊക്കെ ഓരോ വിഷമങ്ങളുണ്ട്, എനിക്കറിയാം അവർക്ക് വിഷമങ്ങളുണ്ടെന്ന്. അവർ വിഷമം മാറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ മാറ്റുന്നുള്ളൂ. നമ്മൾ എന്ത് മാതൃക കാണിക്കുന്നോ അതാണ് ഈ കുട്ടികളും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഭക്തിയില്ല, ഇന്നത്തെ കുട്ടികൾ അമ്പലത്തിൽ വരുന്നില്ല, ഇന്നത്തെ കുട്ടികൾ വിദ്യാഗോപാല മന്ത്രാസനുണ്ട് എന്ന് നാടൊട്ടുക്ക് പബ്ലിസിറ്റി കൊടുത്താലും 20 ആളെ വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ തെറ്റല്ല, അത് നമ്മുടെ സമാജത്തിൻ്റെ തെറ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കുട്ടികളെ ആധ്യാത്മികമായുള്ള പാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിരിക്കും. നിങ്ങളുടെ മുതുമുത്തശ്ശന്മാരും അമ്മമ്മമാരൊക്കെ മഹായോഗികളാവണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എപ്പോഴും നമ്മളിൽ നിന്ന് വേണം തുടങ്ങാൻ. അതിലേറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് കുട്ടികളെങ്കിലും നല്ല രീതിക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ കഥ എനിക്കറിയാവുന്നതൊരു മെറിറ്റോ നിങ്ങൾക്ക് അറിയാതെ പോയതൊരു പ്രയാസമുള്ളതായിട്ട് കണക്കാക്കണ്ട. ഇനിയും സമയമുണ്ട്.
ഒരു ദിവസം ഒരു കഥയെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്ന കുട്ടികൾ ഒരു തലമുറയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിവാഹം കുട്ടികൾ. അവരാരും ഈ പറഞ്ഞ പൊടി വലിച്ച് മൂക്ക് കയറ്റുന്നില്ലല്ലോ. അവരാരും എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ ഏത് കഴുക്കോലിലാണ് ഷോള് മുറുക്കേണ്ടത്, ഏത് കഴുക്കോലിലാണ് മുണ്ട് പിരിക്കേണ്ടതെന്ന് ആലോചിക്കുന്നില്ലല്ലോ. കാരണം എന്താ? അവർക്കൊരു ഉറപ്പുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി വരാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ഉൽപ്പന്നം. സ്പിരിച്വാലിറ്റി കൊണ്ട്, ആധ്യാത്മികത കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ജീവിതത്തിൽ തളർന്നില്ല ഒരു സമയത്തും. ഏതൊരു സമയത്തും എനിക്കൊരു ഉറപ്പുണ്ട്. എന്ത്? ഒന്നെങ്കിൽ എൻ്റെ ഭഗവതി എനിക്കുണ്ട്, എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനുണ്ട് എന്നുള്ള ഉറപ്പുണ്ടാവും ഏതൊരു പ്രശ്നം വന്നാലും. അതാണ് ആധ്യാത്മികതയോടെ കിട്ടുന്നത്. A+ഓ റാങ്കോ ഒന്നുമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ് യഥാർത്ഥത്തിൽ ഏതൊരു വിദ്യാഗോപാല മന്ത്രാർച്ചനയിലൂടെയും കിട്ടേണ്ടത്. എപ്പോഴും പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ നോക്കൂ, ഗുരുവായൂരപ്പൻ ഭഗവാൻ ഒന്ന് പിച്ച വെച്ച് ഏകദേശം ഒന്ന് കാലൊക്കെ വെച്ച് ഉറച്ച് നടക്കാരായി തുടങ്ങിയപ്പോൾ തൊട്ട് സ്വന്തം വീട്ടിലെ വെണ്ണ ആദ്യം കട്ട് മോഷ്ടിക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിലെ വെണ്ണ മതിയാവുന്നില്ല എന്ന് നോക്കിയപ്പോൾ അടുത്ത വീടുകളിലൊക്കെ പോകാൻ തുടങ്ങി. ആ വീടുകളിലൊക്കെയുള്ള ഓരോ പാത്രവും തുറന്ന് വെണ്ണ കഴിക്കാൻ തുടങ്ങി. കുറേയൊക്കെ ഗോപികമാരും യശോദാമ്മയൊക്കെ കണ്ണനോട് പറഞ്ഞു, കൃഷ്ണ അങ്ങനെ ചെയ്യരുത്, മോഷ്ടിക്കരുത്, ചോദിച്ചാൽ തരാലോ. ഓരോ തവണയും പറഞ്ഞു. പക്ഷെ ഭഗവാൻ കേട്ടില്ല. പിന്നെയും പിന്നെയും പോയി ഓരോ കറിക്കലത്തുനിന്നും വെണ്ണ കട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇവരെല്ലാവരോടും തീരുമാനിച്ചു, ഇനി കൃഷ്ണ വെണ്ണ കൊടുക്കുന്ന പരിപാടിയില്ല. ഇനി കൃഷ്ണൻ അങ്ങനെ എളുപ്പത്തിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് വെണ്ണ കട്ടുകൊണ്ട് പോകണ്ട. അവരെന്ത് ചെയ്തു? വലിയ ഉറികൾ ഉണ്ടാക്കി ചുമരിൻ്റെ മുകളിൽ തൂക്കിയിട്ടു. അതിൻ്റെ മുകളിൽ ഓരോരോ പാത്രം വെണ്ണയായി വെച്ചു. ഭഗവാൻ എല്ലാ ദിവസത്തെയും പോലെ കൂട്ടുകാരെ കൂട്ടി വന്നു. കറിക്കലം വെക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എവിടെ നോക്കിയിട്ടും ഈ സാധനം കാണാനില്ല, വെണ്ണ കാണാനില്ല. കൂട്ടത്തിൽ ശ്രീധാമാവ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞു, മുകളിലേക്ക് നോക്കൂ കണ്ണ. മുകളിലേക്ക് നോക്കിയപ്പോൾ എത്രയോ ഉയരത്തിൽ ഉറിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞു, അയ്യോ നമുക്ക് ഇനി വെണ്ണ കിട്ടുന്ന പരിപാടിയില്ല. ഇവരിങ്ങനെ ഉയരത്തെ കൊണ്ട് വെച്ച് നമ്മളിത് എങ്ങനെ കൊണ്ടുപോകും? ബാ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് കിടക്കാതെ പറഞ്ഞത്. വെണ്ണ കിട്ടാൻ വഴിയില്ലല്ലോ. നമ്മളൊക്കെ എത്രത്തോളം ചാടിയാൽ ഈ സാധനം കിട്ടാൻ പോകുന്നില്ല. വെറുതെ നമ്മുടെ കാല് വേദനിക്കുന്നല്ലാണ്ട് എന്താണുള്ളത്? തിരിച്ചു പോവാം എന്നാണ്. ഭഗവാൻ എന്താ ചെയ്തേ? ഏറ്റവും ഭാരം കൂടിയ ഒരാളെ ഏറ്റവും താഴ്ത്തു നിർത്തി. അതിൻ്റെ മുകളിൽ ഒരാൾ കയറി, അതിൻ്റെ മുകളിൽ ഒരാൾ കയറി, അതിൻ്റെ മുകളിൽ ഒരാൾ കയറി. അങ്ങനെ കയറി ഏറ്റവും മുകളിൽ ഭഗവാൻ കയറി. ഒരു വടി ഉണ്ടായിരുന്ന കയ്യിൽ ഒറ്റ അടി കൊടുത്തു. തൈരും വെണ്ണയൊക്കെ താഴത്തേക്ക് ധാരധാരയായിട്ട് വന്നു. ഹാപ്പി ആയിട്ട് കഴിച്ചു. ഭഗവാൻ പറഞ്ഞു, സൗകര്യമായി. മറ്റത് ഓരോ പാത്രവും എവിടെ വെച്ചിരിക്കണമെന്ന് നോക്കണ്ടായിരുന്നു. ഇപ്പം എല്ലാം കളക്ട് ചെയ്ത് ഓരോ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. സൗകര്യമായി. അവിടെ വെച്ച് കുട്ടികൾക്ക് ഭഗവാൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ തൻ്റെ കൂട്ടുകാർക്ക് എന്ന വ്യാജേനെ നമ്മൾ ഓരോരുത്തർക്കും തന്ന ഉപദേശമാണത്. എന്ത്? ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ആ സമയത്തും ഒരിക്കലും പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടുന്നു ചിന്തിക്കുക, അല്ലാതെ ഇതിൽ വന്ന് പെട്ടുപോയല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അതെപ്പോഴേ മനസ്സിലാവുള്ളൂ? പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിവിടെ ഇന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പൻ യഥാർത്ഥത്തിൽ തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരും തന്നെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കില്ല. പകരം പലഹാരത്തെക്കുറിച്ചല്ല, പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ വേണം ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവേണ്ട കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കുറേ ശരികളെ കൂടി നമ്മൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് അർച്ചനയൊക്കെ ഉള്ളതാണ്.
എനിക്ക് ഇത് നിങ്ങളോട് മാത്രമാണ് കുട്ടികളെ കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം വലിയൊരു തലമുറ ഇതൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. അവരെ തിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പല കുട്ടികൾക്കും നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നാളെ നിങ്ങൾ കണ്ടു പരിചയമുള്ള കുട്ടികളാവും. നിങ്ങൾക്ക് ഈ ഇരട്ടപ്പേര് വിളിക്കുന്ന പരിപാടി ഉണ്ടോ? അതേ ഉള്ളൂ അല്ലേ? കുറച്ച് തടി കൂടിയൊരു കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. കുറച്ച് കുറച്ചൊന്ന് പൊടിക്കൊന്ന് പൊന്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? ഒരു കണ്ണ് കുറച്ചൊന്ന് ഈ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? ഉയരം കുറഞ്ഞൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അവരെന്താ വിളിക്കുക? ഞങ്ങൾ ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഉയരം കുറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ശ്രീരഞ്ജ് എന്നാണ് അവൻ്റെ പേര്. അവനെ ഞങ്ങൾ വിളിച്ചിരുന്നത് വേറെ ചില പേരുകളായിരുന്നു, ഞാനിവിടെ പറയുന്നില്ല എന്തായാലും. അപ്പൊ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ കുറവുകളെ ഹൈലൈറ്റ് ചെയ്ത്, കുറവുകളെ ഉയർത്തി കാണിച്ച് കുട്ടികളെ കളിയാക്കുന്ന രീതി. നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ഒരു മാർക്കും കിട്ടിയില്ലെങ്കിലും, എല്ലാ പരീക്ഷയിലും നിങ്ങൾ തോറ്റുപോയാലും, ജീവിതമാകുന്ന വലിയ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഒരാളുടെ കുറവുകളെ കണ്ട് കളിയാക്കാതിരിക്കുക. കുഞ്ഞൊരു കഥയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭഗവാൻ കൂട്ടുകാരെ കൊണ്ട് പൈക്കളെ മേയ്ക്കാൻ വേണ്ടി വൃന്ദാവനത്തിൽ പോയി. ഭഗവാന്റെ കൂട്ടുകാരിൽ ഒരു നല്ല തടിയുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഗുണ്ടപ്പൻ കുട്ടി. നല്ല ഭംഗിയാണ് അവനെ കാണാൻ. അവൻ്റെ അമ്മ അവന് നല്ലോണം പാലും തൈരും പാൽപ്പായസം ഒക്കെ ദിവസവും കൊടുക്കും. അതുകൊണ്ട് അവന് കുറച്ച് തടി കൂടി. ഭഗവാന്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ അവനെ കണ്ടു കഴിഞ്ഞാൽ അതപ്പം പറയും, അതാ ആനക്കുട്ടി വരുന്നു, അതാ ആനക്കുട്ടി വരുന്നു. ഓരോ തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കുട്ടിക്ക് പാവം വിഷമായി. ഭഗവാൻ മാത്രമേ ഈ ഇരട്ടപ്പേര് വിളിക്കാതെ ഒരാളുണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ വിളിക്കില്ല ആ പേര്. ഭഗവാൻ ആ കുട്ടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അതിനെ വിളിക്കാറുള്ളൂ. അപ്പൊ ഭഗവാൻ ഇരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്ന സമയത്ത് കൂട്ടുകാർ പറയും, കൃഷ്ണ അതാ ആനക്കുട്ടി വരുന്നുണ്ട്. നോക്കുമ്പോൾ ഈ കുട്ടിയാവും പാവം. ഭഗവാൻ കുറേ തവണ ഇവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയരുത്. അവന് തടി ഉണ്ടെങ്കിൽ എന്താവും? നമ്മുടെ കൂട്ടുകാരനല്ലേ, നമ്മുടെ കൂടെ നടത്തല്ലേ വേണ്ടത്, കളിയാക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഭഗവാനോട് കൂട്ടുകാർ പറഞ്ഞു, ഓ നീ വലിയ വേദാന്തമൊന്നും പറയാണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ഭഗവാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ചേർന്ന് പൈക്കളെ മേയ്ക്കാൻ പോയി. ഭഗവാൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്നു. കൂട്ടുകാരൊക്കെ താഴെ പൈക്കളെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു കുട്ടി ഓടി വന്ന് പറഞ്ഞു, കൃഷ്ണ അതാ അവിടെ നമ്മുടെ പൈക്കളെയൊക്കെ ഒരാനക്കൂട്ടം ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആനകളുടെ കൂട്ടം വന്ന് പശുക്കളെയൊക്കെ ഓടിക്കുന്നു. പശുക്കളൊക്കെ എങ്ങടൊക്കെയോ പോകുന്നു. നമ്മൾ എന്താ ചെയ്യുക? ഭഗവാൻ വേഗം ഇറങ്ങി മരത്തിന്റെ മുകളിൽ നിന്ന് കൂട്ടുകാരോട് പറഞ്ഞു, വരൂ നമുക്കും പോവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ദിക്കിലേക്ക് ഓടിപ്പോയി. ആ പോയ സമയത്ത് അവിടെ കണ്ടതെന്താ? ഇത്ര ദിവസം ആനക്കുട്ടി ആനക്കുട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആ ഒരു കുട്ടി മാത്രം ആനകളുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന കാഴ്ച എത്ര കണ്ടത്. തൊട്ടുപോകരുത് എൻ്റെ പൈക്കളെ, എൻ്റെ കൂട്ടുകാരെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് ഈ കുത്താൻ വരുന്ന ആനക്കുട്ടികളുടെ മുമ്പിൽ ഇത്ര പോകുന്നൊരു കുട്ടി നെഞ്ചും വിരിച്ച് നിൽക്കുന്നു. ഭഗവാൻ പോലും ബോധം കെട്ട് വീണ് വരുന്നത് കുറച്ചു നേരം. കൂട്ടുകാർക്കൊരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവര് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. അവര് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ഒരു കൃഷ്ണൻ ഓടി വരാണ്ടായിരുന്നില്ല. ഇത്രയും നാൾ അവര് കളിയാക്കിയിരുന്ന ആ കുട്ടി അവർക്ക് മുമ്പിൽ ഒരു നേതാവായി പോയി നിന്നു. അവരെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ഭഗവാൻ ബോധക്കേടൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് എണീറ്റപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങൾ ആരെയാണോ കളിയാക്കിയത്, ഒരാപത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് അവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഭഗവാന്റെ കൂട്ടുകാരൊന്നും തന്നെ ആ കുട്ടിയെ ആ പേര് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയിട്ടില്ല. ഈ കഥ ഭാഗവത്തിലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഈ കഥ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് നമ്മൾ ഇങ്ങനെയുള്ള കഥകളൂടെ പറഞ്ഞേ തീരും. ഏറ്റവും അധികം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഒന്നാണ് ഒരു കുട്ടിയുടെ വൈരൂപ്യത്തെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടികൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ബോഡി ഷേമിംഗ് വിളിക്കും.
ഒരു കുട്ടി ഇത്തിരി തടിച്ചു പോയാൽ, ഒരു കുട്ടിയുടെ പല്ല് ഇത്തിരി പൊന്തിപ്പോയാൽ, ഒരു കുട്ടിയുടെ കണ്ണിത്തിരി മാറിപ്പോയാൽ, ഒരു കുട്ടി ഇത്തിരി കറുത്തു പോയാൽ അവരൊക്കെ തന്നെ ആ സ്കൂളിലേക്ക് പോകുന്നത് പേടിച്ചിട്ടാണ്. പേടിച്ചിട്ട്. കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ എന്നെ കളിയാക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് പോകുന്ന എത്രയോ കുട്ടികളെ നിങ്ങൾക്ക് ഇന്ന് സ്കൂളുകളിൽ കാണാൻ പറ്റും. ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, പല കുട്ടികളും ഇന്ന് ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന റീസൺ, ഇന്ന് അതിനെ വിളിക്കുക വിഷാദ രോഗം എന്നാണ്, ഡിപ്രഷൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോടൊക്കെ അമ്മമ്മയെ വിഷമം ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. അമ്മമ്മയെ വിഷമം ഒരു അസുഖമാട്ടോ, അതിന് മരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷമം ഒരു രോഗമാണ്. എങ്ങനെയാ അത് മാറിയത്? നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചുറ്റുമുള്ളവനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, പ്രത്യേകിച്ച് മലയാളികൾ, ഒരാളുടെ കുറവിനെ കളിയാക്കി സന്തോഷിപ്പിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ മലയാളികളെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. ഒരാളുടെ കുറവിനെ കളിയാക്കിയവർക്കൊക്കെ ഭഗവാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരാളുടെ കുറവിനെ കളിയാക്കിയാൽ ഭഗവാൻ ക്ഷമിക്കില്ല. കുറേ ആൾക്കാരെ പറയുമ്പോൾ വലിയ കവിയാണ്, അദ്ദേഹത്തോട് എനിക്ക് വലിയ ആദരവൊക്കെ ഉണ്ട്, വലിയ മഹാനാണ്, നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാർ. എങ്ങനെ അദ്ദേഹം മരിച്ചേ? എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം പേപ്പട്ടി അടിച്ചിട്ടാണ് മരിക്കുന്നു. പേ പിടിച്ച്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു നടനുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിന് വലിയൊരു രൂപം, വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണുന്ന ആൾക്കാരെയൊക്കെ കളിയാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ഒരു മനുഷ്യൻ്റെ ഒരു കുറവിനെ കളിയാക്കാൻ നമ്മൾ എപ്പോൾ തുടങ്ങുന്നോ അപ്പം നമ്മുടെ ഉള്ളിൽ ഗുരുവായൂരപ്പനില്ല. ഒരു മനുഷ്യൻ്റെ കുറവിനെ കൂടി അഭിമുഖീകരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് എന്ന് പറയാൻ നമ്മൾ എപ്പോൾ ശീലിക്കുന്നോ അപ്പം നമ്മുടെ കൂടെ ഗുരുവായൂരപ്പനുണ്ട്. ഈ അറിവാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നീയിലും നിന്റെ അപ്പുറത്തിരിക്കുന്നവരിലും നിന്റെ വീട്ടുകാരിലും നീ കാണാത്ത ആൾക്കാരിലും നീ കാണുന്നതിലും കാണാത്തതിലും ഈ കാണുന്നതിലൊക്കെയും ഒരേ ഗുരുവായൂരപ്പനാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ചെറുപ്പത്തിലേ ശീലിച്ചാൽ, കോഴിക്കോട് ഉണ്ടായതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നെഞ്ചത്തേക്ക് സ്വന്തം കൂട്ടുകാരൻ തല്ലി അവൻ്റെ പ്രാണം പോയ പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഏതൊരു അർച്ചനയും, ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന വിദ്യാഗോപാല മന്ത്രാർച്ചന ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു സപ്താഹം നടക്കുന്ന സമയത്ത് ഒരു വിളക്ക് പൂജ നടക്കുക ആയിക്കോട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അതിലൂടെയൊക്കെ ഏറ്റവും ചെറിയ അറിവുകൾ നമുക്കുണ്ടായാൽ മതി. ചെറിയ അറിവുകൾ. ഈ കാണുന്ന വിശ്വം മുഴുവൻ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്, നമുക്കത് വേണം ഒരു സമയത്ത്. പക്ഷെ ഇപ്പം നമ്മൾ ആ സ്റ്റേജിലല്ല നിൽക്കേണ്ടത്. ഇപ്പം നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കണേ, ഞാനും നിങ്ങളും. നമുക്ക് കുഞ്ഞു അറിവുകൾ മതി. ഈ പ്രപഞ്ചം മുഴുവൻ വലിയൊരു ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊന്നും നമുക്ക് പറയണ്ട. നമുക്കെന്താ അറിയേണ്ടത്? നമുക്ക് എങ്ങനെ സമാധാനത്തോടു കൂടി നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അത് മതി. വലിയ യാത്രയും വലിയ പഠിപ്പുകൾ നമുക്ക് യോഗ ഉണ്ടെങ്കിൽ നമ്മളെ തേടി വരും. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച്, ഇങ്ങനെ കുട്ടികളോട് മക്കളോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം, പക്ഷെ ആദ്യം ചെറിയ കാര്യങ്ങൾ പഠിക്കുക. വലിയ കാര്യങ്ങൾ പഠിക്കാനുള്ള യാത്രയിൽ ചെറിയ കാര്യങ്ങളെ മറന്നു പോവാതെ ചേർത്ത് പിടിക്കുക. നോക്കൂ, ഗുരുവായൂരപ്പൻ 64 ദിവസം കൊണ്ടാണ് ഭഗവാൻ 64 കലകളും പഠിക്കുന്നത്. 64 കലകളും പഠിച്ച ഭഗവാൻ തൻ്റെ ടീച്ചറോട് ചോദിച്ചു, മാഷേ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് പോവാണ്, എന്താണ് വേണ്ടത്? ഭഗവാൻ പരമാത്മാവാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല സാന്ദീപനി മഹർഷി ചോദിച്ചത്, കൃഷ്ണ സാധിക്കുമെങ്കിൽ എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ട്, അവനെ തിരിച്ചുകൊണ്ട് തരണം. കൊണ്ടുപോയി കൊടുത്തു. ഒരു ടീച്ചർ, ഒരു ഗുരുനാഥന് കൊടുക്കേണ്ട പാരമ്പര്യം, ബഹുമാനം, അദ്ദേഹത്തോട് കാണിക്കേണ്ട ആദരവ് എന്തെന്ന് ഗുരുവായൂരപ്പൻ നമുക്ക് കാണിച്ചു തരുന്നില്ലേ? ഇല്ലേ? ഒരു ടീച്ചർ നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നു, നമ്മൾ ഫീസ് കൊടുത്തു, ഓക്കെ ശരി ബൈ ബൈ ടാറ്റ, ഇതാണോ? അല്ല. ആ ടീച്ചറെ സ്നേഹിക്കാൻ പഠിക്കുക. കൂടെയുള്ളൊരു കൂട്ടുകാരൻ, ഇന്ന് നമ്മൾ നല്ല നിലയിലാണ്, കൂടെ പഠിച്ച കൂട്ടുകാരന് 10ന്റെ പൈസ എടുക്കാനില്ല. ഒരു ദിവസം അവനെ വഴിയിൽ വെച്ച് കണ്ടു,
ഓ നിന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലേ, വളരെ നന്നായി, ഞാൻ പോകുന്നു. അതല്ലല്ലോ ഭഗവാൻ പഠിപ്പിച്ചത്. ഒപ്പം വിളിച്ചിരുത്തി തൻ്റെ കൂടെ താമസിപ്പിച്ച് വേണ്ടതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു സുദാമാവിനെ. ഒരു കൂട്ടുകാരൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഭഗവാൻ പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ ഓരോ സമയത്തും ഏട്ടൻ ബലരാമൻ, എനിക്കിനി ഗുരുവായൂർ ജൂൺ 20 ഇവിടെ പോർക്കളങ്ങാട് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ടെന്നാണ് എൻ്റെ അറിവ്. അവിടെ ഉള്ളൊരു അഷ്ടനാഗ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ ബലരാമാവതാരം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഭഗവാന്റെ ഏട്ടനെ കുറിച്ച് സംസാരിക്കണം. ഭഗവാൻ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകം മൊത്തം വിറപ്പിച്ച് നടന്നിരുന്ന കൃഷ്ണൻ ആരുടെയെങ്കിലും മുമ്പിൽ കൈ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഏട്ടനോടുള്ള പേടി കൊണ്ടല്ല, ആ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്. സഹോദരനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു ബലരാമസ്വാമി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ പുരാണങ്ങൾ കേൾക്കുമ്പോൾ, കഥകൾ കേൾക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഗുരുവായൂരപ്പൻ പരബ്രഹ്മാണെന്ന് നിങ്ങളിപ്പോൾ പഠിക്കണ്ട, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഭഗവാൻ ഗുരുക്കന്മാരെ ആദരിച്ചിട്ടുണ്ട്, ഭഗവാൻ മാതാപിതാക്കളെ ആദരിച്ചിട്ടുണ്ട്, ഭഗവാൻ പ്രയാസം വന്ന കൂട്ടുകാരനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കേട്ടില്ലേ നിങ്ങൾ? നോക്കൂ, ഇനി ഞാൻ പറയുമ്പോൾ ഈ ബോഡി ഷേമിങ്ങിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയപ്പോൾ ഭഗവാന് കുറി തുടർന്ന് തോന്നി. ഗോപിക്കുറി എപ്പോഴും ഉണ്ടല്ലോ, കളഭം. നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഒരു വലിയ പാത്രം കുറിക്കൂട്ട്, കംസന്റെ കുറിക്കൂട്ടാണ്, കംസന്റെ കൊട്ടാരത്തിലേക്ക് കളഭം കൊണ്ട് കൊണ്ടുപോവുക. അവളെ നോക്കി എല്ലാവരും വിളിക്കുന്നുണ്ട് കൂനി കൂനി കൂനി. കാരണം നടക്കുമ്പോൾ വളവുണ്ട്, ഇങ്ങനെ പോവുക. കൂനിയാണ്, കുബ്ജ എന്നാണ് അവരുടെ പേര്. കൂനി കൂനി നടക്കുന്നു. എല്ലാരും കൂനി എന്ന് വിളിച്ചപ്പോൾ ഒരാൾ മാത്രം ഉറക്കെ വിളിച്ചു, സുന്ദരി. കളിയാക്കി വിളിച്ചതല്ല കേട്ടോ. സുന്ദരി, നിന്റെ കയ്യിലിരിക്കുന്ന കളഭ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ സുന്ദരി എന്ന് വിളിക്കുന്നത് കേൾക്കുന്നത്. നോക്കിയപ്പോൾ ഭഗവാൻ മഞ്ഞ പട്ട കൊടുത്ത് നല്ല പുലിനഖമാലയൊക്കെ ചാർത്തി മയിൽപ്പീലിയൊക്കെ വെച്ചിങ്ങനെ മുമ്പിൽ നിൽക്കുക. ഉടനെ അങ്ങോട്ട് വിളിച്ചു, സുന്ദര, എൻ്റെ കയ്യിലുള്ള കുരി മൊത്തം നിനക്കാ, അതായിരിക്കുന്നു. ഭഗവാൻ നല്ലൊരു ഗോപിക്കുരിയൊക്കെ തൊട്ടു, ഏട്ടനും തൊട്ടു കൊടുത്തു, ഒപ്പം വന്ന ഗോപിമാർക്കൊക്കെ തൊട്ടു കൊടുത്തു. ഭഗവാൻ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കാതെ പോകുന്നൊരു പതിവില്ല. കാലിന്റെ പെരുവിരൽ കൊണ്ട് അവളുടെ കാലിലങ്ങോട്ട് ചവിട്ടി പിടിച്ച് താടിക്കൊരു തട്ടാൻ കൊടുത്തു, അത്ര മുകളിലേക്ക് ഒറ്റ തട്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മേക്ക് ഓവർ ഒന്നുമല്ല കേട്ടോ. യഥാർത്ഥ മേക്ക് ഓവർ അപ്പോഴാണ് കണ്ടത്. ഇത്ര നാൾ കൂനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരൊക്കെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീയെ പിന്നെ കണ്ടിട്ടില്ല എന്നാ. കുബ്ജയ്ക്ക് ഏറ്റവും മനോഹരമായുള്ളൊരു രൂപം ഭഗവാൻ കൊടുത്തു. ആദ്യമായിട്ട് പുരാണത്തിലുണ്ട്, നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് ഈ ബോഡി ഷേമിങ്ങിനെതിരെ പ്രതികരിച്ചൊരു ഗുരുവായൂരപ്പൻ. ഇതൊന്നും നമ്മൾ എവിടെയും പറയില്ല. നമ്മൾ എന്താ പറയുക? ചേല കട്ടു, വെണ്ണ കട്ടു, കർണനെ ചതിച്ചു വന്നു, അല്ലേ? ഇങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ ഉണ്ട്. സ്വന്തം കുട്ടി മരിച്ച് എനിക്ക് ആരും ഇല്ലാണ്ടായല്ലോ എന്ന് കരഞ്ഞപ്പോൾ ഒരാളുടെ അടുത്ത് പോയി ഞാനില്ലേ എന്ന് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് അദ്ദേഹം എഴുതി. അങ്ങനെ ഒരു ഗുരുവായൂരപ്പനുണ്ട്. ആ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാൻ വിദ്യാഗോപാലമന്ദാസനെ നിങ്ങളെ സഹായിക്കട്ടെ. ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഗുരുവായൂരപ്പനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ഗുരുവായൂരപ്പൻ ഇങ്ങനെയല്ല. നിങ്ങൾ ആനയുടെ തലയുള്ള ദൈവത്തിനല്ലേ ആരാധിക്കുന്നത്? നിങ്ങൾ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്? നിങ്ങൾ വസ്ത്രം ധരിക്കാതെ കയ്യിൽ ആയുധങ്ങൾ കൊണ്ട് നിൽക്കുന്ന ദേവിയല്ലേ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാൻ സാധിക്കണം. ആ അറിവാണ് ഓരോ ക്ഷേത്രത്തിൽ നിന്നും കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി. പരബ്രഹ്മമാണ് ലോകത്തുള്ളത് മുഴുവൻ, നമ്മളൊക്കെ അതിൻ്റെ അംശം എന്നുള്ള വലിയ അറിവൊക്കെ അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഞാൻ കുട്ടികളോടാണ് പറയുന്നത്. ആ പഠിത്തത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ധർമ്മത്തിൽ വന്ന് ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഒരാളുടെ മുമ്പിലും ഈ ധർമ്മത്തിൽ വന്ന് ജനിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല. എല്ലാത്തിനുള്ള ഉത്തരം നമ്മുടെ ധർമ്മത്തിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ നമ്മൾ അർച്ചനയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ നീട്ടുന്നില്ല, നിങ്ങൾക്ക് അർച്ചനയൊക്കെ ചെയ്യാനുണ്ട്, കുറേ മറ്റ് പരിപാടികളുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ഓരോ പൂവും
ആ ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ പത്രം പുഷ്പം ഫലം തോയം എന്നാണ്. ഭക്തിയോടുകൂടി ഒരില തുളസി, കുറച്ച് വെള്ളം, ഒരു പഴം, ഇതെനിക്ക് തന്നാൽ മതി. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും വേണ്ടാന്നോ? ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർവചിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്കുള്ള ഈ നിഷ്കളങ്കതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭക്തി. നിങ്ങളുടെ ഇന്നസെൻസ്, നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ഗുരുവായൂരപ്പന് വേണ്ടത്. നിഷ്കളങ്കതയ്ക്ക് മുമ്പിലേ ഭഗവാൻ തോറ്റിട്ടുള്ളൂ. ആരുടെയും മുമ്പിൽ തോക്കാത്ത ഗുരുവായൂരപ്പൻ ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലാണ്. ഗുരുവായൂർ പന്തീരടി പൂജ നടക്കുന്ന സമയം കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും ഉച്ചപൂജ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നെന്മേനി ഇവിടെ അടുത്താണ് സ്ഥലം. പോയിട്ടുണ്ടോ അവിടെ? നെന്മേനി പോയിട്ടുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും പോകണം. നെന്മേനി ഇല്ലത്തൊരു ഉണ്ണി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് മേൽശാന്തിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഉച്ചപൂജ കഴിക്കാൻ സാധിച്ചില്ല. മകനെ പറഞ്ഞു വിട്ടു. കുട്ടി പടച്ചോറും പായസവും ഒക്കെ ആയിട്ട് അകത്ത് കയറി വാതിലടച്ച് പാത്രമൊക്കെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് തുടങ്ങി പറയാൻ, കഴിക്കുക കണ്ണ. നിങ്ങളൊക്കെ ഗുരുവായൂർ പാൽപ്പായസം കഴിപ്പിക്കാറില്ലേ? ഉണ്ട്. നമ്മൾ 210 രൂപ കൊടുത്ത് കഴിക്കുന്ന പായസം ആ കൗണ്ടറിൽ ഇരിക്കുന്ന ചേട്ടൻ നമ്മളോട് പറയുകയാണ്, ഗുരുവായൂരപ്പൻ കുടിച്ചു വിട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാകുമോ? നമുക്കത് ആ ടിന്നിൽ ഇങ്ങോട്ട് കിട്ടണം, എന്നാലേ നമുക്ക് സന്തോഷമാവുള്ളൂ അല്ലേ? നാളെ മുതൽ നിങ്ങൾ ഗുരുവായൂർ 210 രൂപയ്ക്ക് 1 ലിറ്റർ പാൽപ്പായസം ചീട്ടാക്കി അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ആൾ പറഞ്ഞു, ആ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റില്ല, നമുക്ക് എങ്ങോട്ട് വേണം. നമ്മൾ എന്തിനാ പാൽപ്പായസം കഴിപ്പിക്കണേ? നമുക്ക് പാൽപ്പായസം കുടിക്കാൻ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പിറന്നാളിന് പോയി ഞാൻ. അപ്പോൾ അവരോട് ചോദിച്ചു, ഇന്ന് എന്തൊക്കെ സദ്യക്ക് പായസം ഉള്ളത് ചോദിച്ചപ്പോൾ പരിപ്പ് പ്രഥമൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പാൽപ്പായസം അമ്പലത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? പാൽപ്പായസം നമ്മൾ ഉണ്ടാക്കേണ്ട, തിരുമേനി ഉണ്ടാക്കി തരും. ഭഗവതി കഴിച്ചുവേനും നമുക്ക് പാൽപ്പായസം കിട്ടിയേനും. ഈ മെന്റാലിറ്റിയുള്ള നമ്മുടെ പേരാണ് ഭക്തർ കേട്ടോ, അത് മനസ്സിലാക്കണം. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും. അവൻ വിചാരിച്ചത് ഇപ്പൊ ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്ന് കഴിക്കുന്ന. ഓരോ തവണയും ഭഗവാനെ വിളിച്ചു, വന്ന് കഴിക്കുക കണ്ണ. കുറെ കഴിഞ്ഞിട്ട് ഭഗവാൻ വരുന്നില്ല എന്നുള്ളപ്പോൾ കുട്ടി എന്താ വിചാരിച്ച്, ഈ വിഭവങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ വരാത്തത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇല്ലത്ത് പോയിട്ട് തൈര് കൊണ്ടുവരാം, ഞാൻ ഇല്ലത്ത് പോയിട്ട് കൊണ്ടാട്ടമുളക് കൊണ്ടുവരാം, കഴിക്കൂ. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തേക്ക് നോക്കി ചോദിക്കുക കുട്ടി. ഇത് കഴിച്ചാൽ ഞാൻ വേറൊരു പലഹാരം കൊണ്ടുവന്ന് തരാം, ഇത് കഴിച്ചാൽ ഞാൻ കാറ് വാങ്ങിത്തരാം, ബലൂണ് വാങ്ങിത്തരാം. ഇങ്ങനെ വിളിച്ചാൽ ഭഗവാൻ വരാതിരിക്കുന്നത് എങ്ങനെ? ഭഗവാൻ സ്വയം ഇറങ്ങി വന്ന് മുഴുവൻ എടുത്ത് കഴിച്ചു. കാലി പാത്രമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ടല്ലോ പുറത്ത് ഗുരുവായൂർ, അവർ ചോദിച്ചു, ഓ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ മൊത്തയ്ക്ക് ഇരുന്ന് വെട്ടി വിഴുങ്ങിയിട്ട് ദേ വരുന്നു ചെറിയ ചക്കൻ. അപ്പൊ നമ്മൾ എവിടെയാണ് ഭക്തിയെ നിർവചിക്കുന്നത്? നമുക്കറിയാം ഈ ഭഗവാനൊന്നും വന്ന് കഴിക്കാനൊന്നും പോണില്ല, എന്നാലും നമ്മൾ വിഗ്രഹത്തേക്ക് നോക്കിയിട്ട് ഓ കൃഷ്ണ ഗുരുവായൂരപ്പ അല്ലേ. എന്ത് വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവായൂർ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന് നിങ്ങൾ മുമ്പിൽ വെക്കുന്ന ഒരു പഴം നിങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കൂ. അത് ഭഗവാൻ കഴിച്ചില്ലേ? അപ്പം നമുക്കറിയാം അത് ഭഗവാൻ കഴിക്കൊന്നുമില്ല. പാവം ഭഗവാനും ഇനി ഇതിൻ്റെ ഒരു പഴിയും കൂടെ കേൾക്കാൻ വയ്യ, ജീവിച്ചിരിക്കുമ്പോൾ ആവശ്യം കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് ഒക്കെ ഭഗവാൻ കൊടുക്കുന്നു, ഒക്കെ കൊണ്ടേക്കോ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കൂ, ഈ കുട്ടികളോട്, ഇവരോട്, അവരുടെ മനസ്സിൽ ഇപ്പോഴും തോന്നലുണ്ട് ഗുരുവായൂരപ്പൻ വരും. ആ തോന്നലാണ് ഏതോ ഒരു പ്രായത്തിൽ എനിക്ക് കൈമോശം വന്നു പോയത്. ഞാൻ നിങ്ങളെയൊക്കെ കുറ്റം പറയുന്നില്ല. ഈ തോന്നൽ ഏതോ ഒരു പ്രായത്തിൽ എനിക്ക് ഉൾപ്പെടെ കൈമോശം വന്നു പോയി. നമുക്ക് ആ ചിന്ത പോയി, ഈ നിഷ്കളങ്കത പോയി. ഭഗവാനൊക്കെ എവിടെ എന്നുള്ളൊരു ചിന്ത വന്നു എപ്പോഴൊക്കെയോ. ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ചിന്തയുണ്ട് ഭഗവാൻ ഉണ്ട് എന്ന്. ആ ചിന്ത നമ്മളായിട്ട് കളയാതിരിക്കാൻ വിദ്യാഗോപാല മന്ത്രാസനം നടക്കണോണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ദയവായി നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത് അമ്പലത്തിൽ പോയി പെണ്ണ് പൂജിച്ച പരീക്ഷ പാസ്സാവും. പ്ലീസ് അത് ചെയ്യരുത്. കാരണം ഒരമ്മ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ അമ്മ ഓരോ ദിവസം ഈ കുട്ടിയോട് പറഞ്ഞേ, ഇന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ജയിക്കും. അവൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പോയി, രാവിലെയും വൈകിട്ടും പോയി. പരീക്ഷ കേട്ട പേപ്പർ കിട്ടിയപ്പോൾ അവൻ തോറ്റു, എല്ലാത്തിനും തോറ്റു.
ഉടനെ അമ്മയോട് പോയി പറയുന്ന ആദ്യത്തെ വാക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞ ദൈവത്തിന് എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഇനി മേലെ ഞാൻ പോവില്ല എന്ന്. ആരാണ് നിരീശ്വരവാദികളായിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കുന്നത്? ആരാ? നമ്മൾ തന്നെയാണ്. ആരാണ് ഈ ധർമ്മത്തിൽ നിന്ന് കുട്ടികളെ ദൂരേക്ക് മാറ്റി നിർത്തുന്നത്? നമ്മൾ തന്നെയാണ്. പകരം വിദ്യാഗോപാല മന്ത്രാർത്ഥന കഴിച്ചാൽ നിനക്ക് പഠിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. പഠിച്ചത് കൃത്യമായിട്ട് നിന്റെ മനസ്സിൽ നിൽക്കും. ഏത് കാലഘട്ടത്തിൽ നിനക്കത് ചോദിച്ചാൽ പറയാനുള്ള ബുദ്ധി ഭഗവാൻ തരുന്ന കുട്ടികളെ പഠിപ്പിക്കുക. അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ പോയി വെറുതെ ഇരുന്നാൽ മതി, പരീക്ഷ ജയിപ്പിക്കുന്നുള്ള പൊട്ടത്തരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇവരുടെ ഈ മനസ്സിലുള്ള നിഷ്കളങ്കത തനിയെ പോകുന്നതല്ല, നമ്മളായിട്ട് കളയുന്നതാണ്. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി വിദ്യാഗോപാല മന്ത്രാർച്ചന മെന്മേനാടുള്ള ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട്. ഇന്ന് ഇതിനെത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ സുഹൃതരായിട്ടുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും അമ്മമാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. അങ്ങനെയൊന്നും യാതൊരു ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതാണേ അങ്ങനെയൊന്നുമില്ലയോ. വിദ്യാഗോപാല മന്ത്രാർച്ചനയുടെ ഫലം തന്നെ വിദ്യ മാത്രമല്ല, ദാമ്പത്യപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കൃത്യമായിട്ട് മനസ്സിലേക്ക് വരുന്നതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് കരുതരുത്. എല്ലാവർക്കും ചെയ്യാം. കുട്ടികൾ ചെയ്യുന്നതിലൂടെ ഞാൻ പറഞ്ഞതുപോലെ അടുത്തൊരു തലമുറയുള്ള കുട്ടികൾക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരവസരം കിട്ടുന്നത് മാത്രം. അപ്പം അതുകൊണ്ട് അതിനുള്ള അവസരമാണ് ഇനി. മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അർച്ചനയൊക്കെ മുടങ്ങും. ചേച്ചിയാണെങ്കിലും ഇനി പോയിട്ട് അർച്ചനയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുന്ന സമയത്ത് അവനൊന്ന് കൈകൊണ്ടൊരു പേന പിടിക്കാനാവുന്ന സമയത്ത് നമ്മുടെ പൂർവികരെ എഴുതിപ്പിച്ചത് എന്ത്? മാതാ പിതാ ഗുരു ദൈവം. ആദ്യത്തെ പാഠം അല്ലേ? അമ്മ, അച്ഛൻ, അക്ഷരം പറഞ്ഞിരുന്ന ആള് ഈശ്വരൻ. ഈ ചെറിയ പാഠങ്ങൾ പഠിച്ചിട്ട് വലിയ വലിയ PhD നമുക്ക് പഠിക്കാം. അതിനൊക്കെ തന്നെ നെന്മേനാടുള്ള ഭഗവതിയുടെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് നടത്തുന്ന അർച്ചനയ്ക്ക് ഗുരുവായൂരപ്പൻ മനസ്സറിഞ്ഞ് നിങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പ്രഭാഷണമായിട്ടൊന്നും ഞാൻ അതിനെ കണക്കാക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ വിചാരിച്ചിരുന്ന കുട്ടികളായിട്ട് കുറച്ചേരം സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നത് കൂടുതൽ അമ്മമാരോടും ചേച്ചിമാരോടൊക്കെയാണ്. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ സന്തോഷിച്ചിരുന്നു. കുറച്ചുകൂടെ കുട്ടികളുണ്ടാവും, കുറേ കഥകളൊക്കെ പറയാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ അമ്മയുടെ നിശ്ചയം ഇങ്ങനെ ആയതുകൊണ്ട് ഇതൊരു പ്രഭാഷണമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രം. അതിൽ തെറ്റുകളുണ്ടാവാം. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എൻ്റെ പ്രായത്തിൻ്റെ അറിവില്ലായ്മയായിട്ട് കണ്ടുകൊണ്ട് ക്ഷമിച്ച് ഗുരുവായൂരപ്പനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വിളിച്ച ഇത്രയും നേരം എനിക്കിവിടെ ഇരിക്കാനൊരു അവസരം തന്ന മുഴുവൻ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് സുധീഷ്ജിക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ എളിയ വാക്കുകൾ അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും കാര്യത്തിൽ സമർപ്പിക്കുന്നു. നാരായണ.